ഹായ് ഫ്രണ്ട്സ്, ടിനോസ് ഫാമിലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ റാഗിയുടെ സ്റ്റിക്ക് വെച്ചിട്ടുള്ള പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ റാഗി സ്റ്റിക്ക് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് അതിലേക്ക് വെള്ളവും ഉപ്പ് എന്തോരെയാണോ നമുക്ക് ആവശ്യം അത് ചേർക്കാം. എപ്പോഴും ഈ റാഗി സ്റ്റിക്ക് ഉണ്ടാകും നമ്മൾ ശ്രദ്ധിക്കുന്നത് ഉപ്പ് ശകലം മുന്നോട്ട് നീങ്ങി വയ്ക്കണം. കാരണം നമ്മൾ വെള്ളം വാർന്നൊക്കെ കഴിയുമ്പം ഇതിനകത്ത് വെള്ളത്തിൽ ഉപ്പുണ്ടെങ്കിലേ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പം നമ്മൾ വെള്ളത്തിൽ ഉപ്പിടുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് തന്നെ ഇടുക. പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് ഇടാവുള്ളൂ. 2 എന്നുള്ളത് ചിലപ്പോൾ 3 ആയാലും നമുക്കത് നനഞ്ഞത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം വെള്ളത്തിലിട്ട് അത് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ വെള്ളത്തിലിടുന്നതിന് മുന്നേ നമുക്ക് ഒടിയുമ്പോൾ എടുത്തിട്ട് നമ്മൾ ഒടിച്ച് കഴിയുമ്പോൾ അതിനകത്തൊരു സൗണ്ട് പോലെ കേൾക്കും, ഒടിയുന്ന സൗണ്ട്. അപ്പോൾ വെള്ളത്തിലിട്ട് 2 മിനിറ്റ് ഇട്ട് കഴിയുമ്പോഴും ആ സൗണ്ട് ചെറിയൊരു സൗണ്ട് അപ്പോഴും കേൾക്കാം. ഇങ്ങനെ ഒടിയുന്നതിൻ്റെ ഒരു കിരികിരാന്ന് പറയുന്ന ഒരു ഇത് കേൾക്കാം. പക്ഷെ നമ്മളത് കാര്യമാക്കണ്ട. 2 മിനിറ്റ് കൂടുതൽ ഇടരുത്. 2 മിനിറ്റ് കൂടുതൽ ഇട്ടാൽ പുട്ടല്ലാതായി മാറും. അപ്പം മറ്റു പുട്ടിൻ്റെ പൊടികളൊക്കെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇടാൻ പറ്റും. ഇത്തിരി അങ്ങനെ നമുക്ക് പറ്റത്തില്ല. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് നമ്മൾ കഴിക്കാനോ ഉണ്ടാക്കാനോ ഒക്കെ രുചിയുള്ളൊരിതാണ്. അപ്പം നമ്മൾ വെള്ളം വാത്തി കഴിഞ്ഞിട്ടും ഈ അരിപ്പ പാത്രത്തിലിട്ട് തന്നെ ഒന്നും കൂടെ അടിയിൽ വേറൊരു പാത്രം വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ വിടർത്തിയിടുക. വിടർത്തിയിട്ട് കഴിയുമ്പം ഇതിനകത്ത് നന്നായിട്ട് വെള്ളം വാർന്നു കഴിയും. വെള്ളം വാർന്നു നമ്മൾ അടിയിലത്തൊക്കെ ഒന്ന് എടുത്ത് നോക്കണം. അപ്പോൾ ഒന്ന് കൈ കൊണ്ടൊന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കറിയാൻ പറ്റും. വെള്ളം വാർന്നു കഴിയുമ്പം അതെടുത്ത് നമ്മൾ ഇനി പുട്ടുണ്ടാക്കാനായിട്ട് നമുക്ക് പോയി വന്നാലോ. അപ്പം നമുക്ക് റാഗി സ്റ്റിക്ക് കൊണ്ട് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഞാൻ ആവശ്യത്തിന് റാഗിയുടെ സ്റ്റിക്ക് എടുത്തു. നമ്മളിവിടെ റാഗി സ്റ്റിക്ക് ഉണ്ടാക്കിയാലും കുറച്ച് അരിപ്പൊടിയോ കുറച്ച് സാധാ ഗോതമ്പിൻ്റെ പുട്ടോ ഒക്കെ ഉണ്ടാക്കുമേ. കാരണം എല്ലാവരും ഒന്നും ഈ റാഗി സ്റ്റിക്ക് കഴിക്കത്തില്ല. അപ്പം ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു. നന്നായിട്ട് ഇത്തിരി ഉപ്പ് മുന്നോട്ട് നിൽക്കണം, ഞാൻ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നികക്കെ തന്നെ ഒഴിക്കുക. നന്നായിട്ട് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ടൊന്ന്, ഇപ്പം ഞാൻ നികക്കെ വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി നോക്കാം. ഇളക്കിയിട്ട് ഉപ്പുണ്ടോ എന്ന് നാവിൽ വെച്ച് നമ്മൾ തൊട്ട് നോക്കണം. ഇപ്പം നമ്മൾ ഇനി ഇതെടുത്തൊക്കെ ഒന്ന് ഒടിച്ച് നോക്കുമ്പോൾ നല്ല കിരികിരാ ശബ്ദം കേൾക്കാം. എന്നിട്ട് നമ്മൾ ഇനി ഇതിനെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്തു. ഇപ്പോഴും എടുത്തിട്ട് ഒടിച്ച് നോക്കുമ്പോഴും ഒടിയുന്നുണ്ട് നന്നായിട്ട്. അപ്പോഴും ഇനി ഇതിനെ വെച്ച് കഴിഞ്ഞാൽ പുട്ടല്ലാതായി മാറും കേട്ടോ. അപ്പം ഞാൻ ഇനി ഇതിനെ നമ്മൾ ആവശ്യത്തിനായി ഇനിയിപ്പോൾ നമുക്ക് ഊറ്റിക്കളയാം. ഇന്നത്തെ നമുക്ക് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഇതിനെ വാലയ്ക്ക് വെക്കാം. വെള്ളമൊക്കെ വാർത്തിക്കളയാം. അങ്ങനെ ഞാനിതിനെ വാലയ്ക്ക് വെച്ചപ്പോൾ ഈ പാത്രത്തിലും കൂടെ കഴുകി ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. അപ്പം അതിനകത്ത് കുറച്ചും കൂടെ ഉണ്ട്. ഉപ്പുണ്ട് കേട്ടോ ആവശ്യത്തിന്. അതിന് നമ്മൾ പേടിക്കണ്ട. അതുകൊണ്ട് ഞാൻ പറയുന്നത് മുന്നോട്ട് ഇത്തിരി ഉപ്പ് ഇടണമെന്ന്. അപ്പം നമ്മളിതിനെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചെല്ലാം ഊറ്റിക്കളഞ്ഞു. ഇനി നമുക്കിതിനെ ഒന്ന് വിടർത്തിയിടാം. നന്നായിട്ട് വിടർന്ന് കിടക്കട്ടെ. അങ്ങനെ വിടർന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുകയും ഒരു കൈ കൊണ്ട് വിടർത്തുകയും ചെയ്യുന്നുണ്ടായി പാത്രം അനങ്ങുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇതാവശ്യത്തിന് ഉള്ള വിടർന്നിട്ടുണ്ട്. അതവിടെ നിന്ന് വാലട്ടെ. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിൽ ഗോതമ്പൊടിയോ അരിപ്പൊടിയോ ഒക്കെ വെച്ചാണ് പുട്ടുണ്ടാക്കുന്നത്. അപ്പം ഞാനിന്നിപ്പോൾ ഇച്ചിരി അരിപ്പൊടി എടുത്തിരിക്കുകയാണ്. അരിപ്പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുത്തു. വെള്ളവും ഉപ്പും ചേർത്ത് കുഴച്ചെടുത്ത് ഇനി ഇതിലേക്ക് നമ്മൾ ഇതൊന്ന് അത്ര നല്ലതായിട്ടായിട്ടില്ല. ഞാൻ ഇത് മിക്സിയുടെ ജാറിലിടും. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കും. മിക്സിയുടെ ജാറൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ പോകണേ. അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് 2 പുട്ടിനും വേണ്ട തേങ്ങയൊക്കെ ചിരണ്ടിയെടുക്കാം. അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടിയെടുക്കാൻ വേണ്ടി തേങ്ങയൊക്കെ പൊട്ടിച്ചു. അതിൻ്റെ വെള്ളം ഇപ്പം ഇതാണ് ഞാൻ 2 മിനിറ്റ് വെള്ളത്തിലിട്ട പുട്ട്, എൻ്റെ റാഗിയുടെ സ്റ്റിക്ക്. അപ്പം ഇത് വെച്ച് നമുക്കിനി പുട്ടുണ്ടാക്കാം. അങ്ങനെ തേങ്ങയൊക്കെ ചിരണ്ടി പുട്ടുമൊക്കെ തേങ്ങ ഇട്ടു, പുട്ടിൻ്റെ പൊടി ഇട്ടു, ഇനി തേങ്ങയൊക്കെ ഇട്ട് ഇനി നമുക്ക് അടുപ്പിൽ വയ്ക്കാം. ഞാനിങ്ങനെ പുട്ട് കുറ്റി മറ്റേ സ്റ്റീലിൻ്റെതാണ്, അത് കുക്കറി വെച്ചുള്ളതാണ്. നിങ്ങൾക്ക് എങ്ങനത്തെയാ കമൻ്റ് ഇടണേ. അപ്പോൾ അങ്ങനെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒത്തിയെടുക്കാമേ പുട്ട്. ഞാനിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടായിരുന്നു. നിങ്ങൾക്കിന്ന് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്? ഞങ്ങൾക്കൊന്ന് കമൻ്റ് ഇട്ട് തരിക. അപ്പം പുട്ടൊക്കെ കണ്ടിട്ട് വരാവേ. അങ്ങനെ ഇതാണ് നമ്മുടെ റാഗിയുടെ സ്റ്റിക്കിൻ്റെ പുട്ട്. കൊള്ളാമല്ലേ? എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ ചില ദിവസം ഗോതമ്പ് പുട്ട് കാണും, ചില ദിവസം അരിപ്പൊടിയുടെ പുട്ട് കാണും, അങ്ങനെയാണ്. അപ്പോൾ അതാണ് ഞാൻ 2 ദിവസത്തെ വീഡിയോ ആണ് ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ആദ്യം ഉണ്ടാക്കുന്നതൊന്നുമല്ല, ഈ കാണിച്ചിരിക്കുന്ന പുട്ട് കഴിക്കുന്നത്. അതാണ് 2 പ്ലേറ്റ്, എല്ലാവരുടെയും ഡ്രസ്സ് വ്യത്യാസം, അതുപോലെ തന്നെ പുട്ടിൻ്റെ കളറും വ്യത്യാസം. അതുകൊണ്ടാണ് ഗോതമ്പ് പുട്ടുമുണ്ട് അരിപ്പൊടി പുട്ടുമുണ്ട്.
അപ്പം ഞങ്ങൾ സമാധാനത്തോടെയൊക്കെ ഇനി എല്ലാവരും കഴിക്കട്ടെ. അപ്പം നിങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നെന്നും എങ്ങനെയാണ് നിങ്ങൾക്കും മക്കൾക്കും ഒക്കെ സെപ്പറേറ്റ് ആണോ ഫുഡ് എല്ലാവർക്കും വേണ്ടതെന്നും തേങ്ങയില്ലാത്ത പുട്ടാണോ ഇഷ്ടമെന്ന് അറിയിക്കണേ. അങ്ങനെ പുട്ടൊക്കെ എല്ലാവരും ഉണ്ടാക്കിയല്ലോ അല്ലേ? പുട്ടുണ്ടാക്കിയ ശേഷം നിങ്ങൾ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ല്. കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തന്നെ പോകും. ഒത്തിരി പേര് ലൈക്ക് ചെയ്യാതെ പോകുന്നുണ്ട്, കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് പറ്റുന്നവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്.